എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. ഈ മാസം വീണ്ടും പെൻഷൻ ലഭിച്ചേക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേതുണ്ട്. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പഴയ ഒരു അറിയിപ്പ് കാണിച്ചിരുന്നു. അതുമുതൽ ഇപ്പോൾ തുടങ്ങാം. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. പറഞ്ഞോളൂ, എന്തായിരുന്നു? അല്ല, നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ, ഈ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നു വന്നിട്ട് ഈ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അത് എന്തായെന്ന് അറിയാനാണ്. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മാസം ആദ്യത്തെ 2 മാസത്തെ പെൻഷനാണ് പോകുന്നത്. ബാക്കി ഉടനെ തന്നെ പോകും. പ്രോസസ് ഉടനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ ഉണ്ടാവും. എന്നാ ഈ മാസം കൊടുത്തു തുടങ്ങിയോ? ഈ മാസം ലാസ്റ്റ് വീക്കാണ് പോകുന്നത്. ലാസ്റ്റ് വീക്ക് ആണല്ലോ സാർ അത്? അത് തന്നെ, ലാസ്റ്റ് വീക്ക്. ഡേറ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ബാങ്കിൽ നിന്നുള്ള ഇതനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്ത ലാസ്റ്റ് വീക്ക് പോകുന്നത്. ആണോ? അതെ. അപ്പൊ ഈ മാസം എത്ര കൊടുക്കുന്നുണ്ട്? ഇപ്പൊ കുടിശ്ശിക 2 മാസത്തെ പോകുന്നുണ്ട്. 2 മാസത്തെ? അതെ അതെ അതെ. കുടിശ്ശിക ഇപ്പൊ ഈ ഇലക്ഷന് മുമ്പ് ഉണ്ടാവോ? ഇലക്ഷന് മാക്സിമം അതിന് മുന്നേ കൊടുക്കാനുള്ളതാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. ആണല്ലേ? അതെ അതെ അതെ. ഓക്കെ. ശരി. ഓക്കെ. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഓഫീസിൽ വിളിച്ചപ്പോൾ ഈ മാസത്തേത് ഉണ്ടാകുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 2 മാസത്തെ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് ഒരു കുടിശ്ശികയും 1 നിലവിലെ മാസത്തേതുമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ 3600 ലഭിക്കാനാണ് സാധ്യത. കൂട്ടിയ 1 മാസത്തെ പെൻഷൻ 2000 രൂപയും പഴയ ഒരു കുടിശ്ശിക 1600 ചേർത്തായിരിക്കും വിതരണം ഉണ്ടാകുക. അതുപോലെ തന്നെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രോസസ്സിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉടനെ അതിന്റെ വിതരണവും ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതുപോലെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ടുണ്ട്. കയ്യിലാണ് പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും പെൻഷൻ വിതരണം ആരംഭിച്ചു. 2-3 ദിവസത്തിനകം ഭൂരിഭാഗം ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിൽ എത്തിച്ചേരുന്നതാണ്. 1 മാസത്തെ കൂട്ടിയ പെൻഷൻ 2000-ഉം പഴയ ഒരു ഗഡു 1600-ഉം ചേർത്ത് 3600 രൂപയാണ് കയ്യിൽ പെൻഷൻ എത്തിച്ചേരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത് 2 തവണകളായിട്ടാണ് എത്തിച്ചേർന്നത് എങ്കിൽ കയ്യിൽ ഇത് രണ്ടും ഒരുമിച്ചാണ് എത്തുന്നത്. അപ്പോൾ അതിന്റെ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷനുണ്ട്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഇപ്പോഴും പെൻഷൻ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ അടുത്ത 1-ാം തീയതി ഡിസംബർ 1 മുതൽ 20 വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ജനുവരി മുതൽ പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തെ ഒരു കൂട്ടിയ പെൻഷനും അതുപോലെ തന്നെ പഴയ ഒരു കുടിശ്ശികയുമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഡിസംബർ 9-നും 11-നുമാണ്. അതിന് മുമ്പ് 1 മാസത്തെ പെൻഷൻ, അതായത് ഡിസംബർ മാസത്തെ കൂട്ടിയ പെൻഷൻ 2000 രൂപ കൂടി വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താവും എന്നറിയില്ല. ഇപ്പോൾ വരുന്ന വിവരങ്ങളാണ്. 1 മാസത്തെ പെൻഷൻ കൂടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത ഇലക്ഷന് മുമ്പുണ്ട്. അതായത് ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.